ദാവൂദ് നബി ഉപ്പയാണ്, സുലൈമാൻ നബി മകനാണ്. ഒരു കർമ്മശാസ്ത്ര പ്രശ്നത്തിൽ വിധി പറഞ്ഞപ്പം 2 വിധി. അള്ളാഹു രണ്ടിനെയും ശരിവെച്ചുകൊണ്ട് പറയാണ്, എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞതാണ് കൂടുതൽ നല്ലത്. 2 പേർക്കും അള്ളാഹു അറിവും തത്വജ്ഞാനവും ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞതാണ് കൂടുതൽ ശരി എന്ന് അള്ളാഹു തആല ശരിവെക്കാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഒരു പ്രശ്നത്തിൽ നബിമാരായ ഉപ്പയും മകനുമായ 2 പേര് വിധി പറഞ്ഞപ്പം 2 അഭിപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1400 കൊല്ലം ജീവിക്കുന്ന ഒരു ഉമ്മത്ത് നബിമാരൊന്നല്ല, അറിവ് വെച്ചിട്ട് ഗവേഷണം ചെയ്യുമ്പം കർമ്മശാസ്ത്രത്തിൽ അഭിപ്രായം പറയുമ്പം എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്. ഇലൈക ഫല അമ്മ ഇലല്ലാഹി ഫബല. നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ ആവശ്യമില്ല, അള്ളാഹുവിൻ്റെ ഭാഗത്താണെങ്കിൽ ഓക്കെ. അദ്ദേഹത്തിന് വിശക്കുമ്പോഴേക്ക് തേങ്ങ ഇങ്ങനെ നേരെ പ്ലേറ്റിൽ വന്ന് മുമ്പിൽ പായസമായിട്ട് വരണം. അതല്ലാതെ സാധാരണ ഒരു മനുഷ്യൻ ബസാറിൽ പോയി സാധനമൊക്കെ വാങ്ങുന്ന ഒരാൾ അത് ഒരിക്കലും വലിയ. ഇന്ന് ലോധ്യ ജുസുയിൽ ഏതൊക്കെ സൂറത്താണ് ഉള്ളത്? കഹ്ഫിൻ്റെ ഒരു 3 പേജും പിന്നെ താഹ, മറിയം, മാഷാ. അപ്പം ഇന്ന് 17ാമത്തെ ജുസ്ഇലുള്ളത് നേരെ പകുതി അംബിയ, പകുതി ഹജ്ജ്, 10 പേജായിട്ട്. അപ്പോൾ അംബിയാൻ്റെ ആദ്യത്തെ ആയത്ത് ഹിസാബ് നമുക്ക് അടുത്തിരിക്കുന്നു, പക്ഷേ ജനങ്ങൾ അശ്രദ്ധയിലാണ്. ഈ ആയത്തിറങ്ങിയ സമയത്ത് സഹാബികൾക്ക് കുറച്ച് ദിവസത്തേക്കെന്ന് പറയാം ഇടപാടുകളൊക്കെ നടത്താൻ പറ്റാത്ത അവസ്ഥയിലായി. സഹാബികൾ നന്നായിട്ട് ഇടപാടുകൾ നടത്താറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ ഓരോ സമയത്ത് മനുഷ്യന് ഓരോ സംഗതികളിൽ മുൻതൂക്കം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഹിസാബിൻ്റെ സമയം അടുത്തിരിക്കുന്നു, ജനങ്ങൾ അശ്രദ്ധയിലാണ് എന്ന ആയത്തിറങ്ങിയപ്പം ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പം അവർ പറഞ്ഞു ഇപ്പം താല്പര്യമില്ല, ഹിസാബിൻ്റെ സമയം അടുത്തിരിക്കുന്നു. അത്രയും അവരുടെ ഉള്ളിൽ ആ ആയത്തിറങ്ങി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, മക്കി സൂറത്തുകളിൽ മുശ്രിക്കുകളുടെ ബഹുദൈവ ആരാധകരുടെ കുറേ സംശയം, അതിന്നും ആ സങ്കല്പങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. അവർക്ക് ഒരു മഹാൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നല്ല സൂപ്പർ ഹ്യൂമൻ ആയിരിക്കണം, ഭയങ്കര കാറായിരിക്കണം, പരിവാരങ്ങളുണ്ടായിരിക്കണം, അതുപോലെ തന്നെ കുറച്ച് അമാനുഷിക സിദ്ധിയൊക്കെ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് വിശക്കുമ്പോഴേക്ക് തേങ്ങ ഇങ്ങനെ നേരെ പ്ലേറ്റിൽ വന്ന് മുമ്പിൽ പായസമായിട്ട് വരണം. അതല്ലാതെ സാധാരണ ഒരു മനുഷ്യൻ ബസാറിൽ പോയി സാധനമൊക്കെ വാങ്ങുന്ന ഒരാൾ അത് ഒരിക്കലും വലിയൊന്നാവില്ല. മനസ്സിലായില്ലേ? വലിയെന്ന് പറഞ്ഞാൽ നേരെ ഒരു കുപ്പായൊക്കെ ഇട്ട് മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കും. ഒപ്പർക്ക് പാല് വേണമെന്ന് വരുമ്പോഴേക്ക് പശു ഇങ്ങോട്ട് വരും. ഇങ്ങനത്തെ സങ്കല്പമാണ് ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യം അവർ സ്ഥിരമായിട്ട് ചോദിക്കും. അപ്പോൾ അള്ളാഹു തആല പറയാണ്, എത്രയോ നബിമാർ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്, ഒരു നബിയും കാലാകാലം ജീവിച്ചിട്ടില്ല. പിന്നെ നബി അങ്ങനെ കാലാകാലം ജീവിക്കും? അങ്ങക്ക് അള്ളാഹു മരണം തീരുമാനിച്ചിരിക്കുന്നു. അവരോട് ചോദിച്ചു നോക്കാൻ പറയും, മുൻകഴിഞ്ഞ വേദക്കാരോട് ചോദിച്ചു നോക്കാൻ പറ, ഏതെങ്കിലും നബി ഇതുപോലെ പറന്ന് കളിക്കുന്നത് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അമാനുഷിക ദൃഷ്ടാന്തം കാണിക്കും എന്നല്ലാതെ, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അത് പ്രകടമാക്കും എന്നല്ലാതെ, ഇതിങ്ങനെ ഇവർ ചോദിക്കുമ്പോൾ ഓരോന്നിങ്ങനെ ഓരോ മലക്കിറങ്ങി വരിക, ഓരോ ആയത്തിൻ്റെ കൂടെ ഓരോ മലക്ക് വരിക, ഇതൊന്നും മുമ്പും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും അവരത് പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ അത് പറയുന്ന കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവർ എല്ലാ നബിമാരും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്. എല്ലാ നബിമാരും അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. നബിയെ അങ്ങും അള്ളാഹുവിലേക്ക് മടങ്ങാൻ നിൽക്കുകയാണ്. അപ്പം ആദ്യത്തെ ഒരു 3 പേജ് ഈ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം വരുന്നുണ്ട്. പിന്നെ അള്ളാഹു തആല ഒരുപാട് നബിമാരുടെ സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ദഅവത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? സംസാരിക്കാത്ത, കേൾക്കാത്ത വസ്തുക്കളെ നിങ്ങൾ വെറുതെ ബിംബാക്കി നിർത്തിയിട്ട് അതിനോട് സംസാരിക്കുകയാണോ? അദ്ദേഹം ഒരു പ്ലാൻ ഇട്ടു. ഇവരൊരു ദിവസം ഉത്സവത്തിനോ മറ്റു പരിപാടിക്കോ പോകുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും കഴുത്തറുത്ത് കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ കോടാലി കൊണ്ടുപോയി ഏറ്റവും വലുതിൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടു. ആരും അത് പിൻപറ്റാൻ നിൽക്കരുത് കേട്ടോ. അദ്ദേഹം അവിടുത്തെ ഏറ്റവും വലിയ പൂജാരിൻ്റെ മോനാണ്. അദ്ദേഹം ചെയ്താൽ അത് വേറെ കാര്യമാണ്. നമ്മൾ നാട്ടുകാരിലെ അന്യരായ ആൾക്കാരെ ബിംബം പോയി കഴുത്ത് വെട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ തൂക്കി കൊടുത്താൽ പിന്നെ ഒരു കലാപം ഉണ്ടാകും, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവർ വന്ന് ചോദിക്കുമ്പോൾ ഖുർആൻ പറയുന്ന ശൈലി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത്ര ശ്രദ്ധിക്കപ്പെടുന്ന ആളല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കാരണം അവർ പറഞ്ഞ രീതി എന്ന് വെച്ചാൽ, ഒരു ചെറുപ്പക്കാരനുണ്ട്, ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു നോക്കിയപ്പം അദ്ദേഹം പറഞ്ഞു, കഴുത്തിൻ്റെ കഴുത്തിലല്ലേ ഉള്ളത് കോടാലി, അപ്പോൾ അതിനോട് ചോദിച്ചാൽ വേഗം അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു ഒറ്റയടിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി, പടച്ചോനതിപ്പം നമുക്ക് പണിയാവുന്നതാണല്ലോ എന്നൊരു മനസ്സിൽ പറഞ്ഞു. പിന്നെ വേഗം തിരിച്ചു വന്നു. ഇബ്രാഹിം നബിയോട് അവർ ചോദിക്കുകയാണ്, ഇത് സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയില്ലെന്ന് വെച്ച്. അപ്പോൾ അത് കേൾക്കാൻ അദ്ദേഹം കാത്തു നിന്നത്. അദ്ദേഹം സംസാരിക്കില്ലല്ലേ, പിന്നെ ഇതിനെ വിളിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ അവർ പറഞ്ഞു, ഒരു രക്ഷയില്ല, ഈ ബിംബങ്ങളെ നമ്മൾ സഹായിക്കണം, നമ്മുടെ മതം അപകടത്തിലാണ് എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ ഈ ആരാധ്യരെ സഹായിക്കണം, വലിയ തീക്കുണ്ട ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തെ കരിച്ചു കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് തരം ദഅവത്താണ്? അതായത് ജീവൻ പണയം വെച്ചുള്ള ദഅവത്ത്. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ തീക്കുണ്ട ഉണ്ടാക്കി
കുറേ തഫ്സീറുകളിലും ചരിത്രരേഖകളിലൊക്കെ കാണാം, എല്ലാവരും കൂടെ എന്താ പറയുക സാമൂഹ്യ തീയ എല്ലാവരും കൂടെ ഉണ്ടാക്കിയ തീ കൊണ്ടാണ്. അതിലെ കുറേ പേര് എണ്ണ നിറച്ചാക്കി, കുറേ പേര് അതിനുവേണ്ടി വേറെന്തൊക്കെയോ കോൺട്രിബ്യൂഷൻ ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എറിയുന്ന സമയത്ത് തഫ്സീറുകളിൽ കാണാം, മലക്ക് വന്ന് പറഞ്ഞു, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? അമ്മ ഇലൈക ഫല അമ്മ ഇലല്ലാഹി ഫബല. നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ ആവശ്യമില്ല, അള്ളാഹുവിൻ്റെ ഭാഗത്താണെങ്കിൽ ഓക്കെ. കാര്യകാരണ ബന്ധങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി, നിങ്ങളുടേതാണെങ്കിൽ വേണ്ട, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അത് നിങ്ങൾക്കൊരു സഹതാപം കൊണ്ടെന്തെങ്കിലും ഓഫർ ചെയ്യുകയാണെങ്കിൽ അത് ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പം അള്ളാഹുവിൻ്റേതാണെങ്കിൽ ശരിയെന്നും പറഞ്ഞു. അപ്പോൾ തീയിലേക്ക് എറിയുന്നതും തീയിൽ വീഴുന്നതാണ് ഇവർ കാണുന്നത്. അള്ളാഹുവിൻ്റെ നടപടി വന്നു, കുൽന യാ നാറു കൂനി ബർദൻ വസലാമൻ അല ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തണുപ്പ് രക്ഷയുമായിട്ട് മാറണം. പിൽക്കാലത്ത് ഏതെങ്കിലും മഹാന്മാർക്ക് അള്ളാഹു തആല ഇതേപോലെ തീ തണുപ്പ് രക്ഷയും ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിക്കും? ഹുദൂദുകാരെല്ലാം അള്ളാഹു നശിപ്പിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഏത് രീതിയിൽ എങ്ങനെ സഹായിക്കണം, എങ്ങനെ അവരെ കബൂലാക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഇവിടെ അള്ളാഹു നേരിട്ട് തീക്ക് കൽപ്പന കൊടുത്തു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് തണുപ്പും രക്ഷയുമായിട്ട് മാറണം എന്ന കൽപ്പന കൊടുത്തു. ഇവിടെ മറ്റ് നബിമാരുടെ സംഭവത്തിൽ പ്രധാനമായിട്ട് 3 മാത്രം തിരഞ്ഞെടുത്ത് പറയുകയാണ്. ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട സംഭവം ഖുർആനിലുള്ളത് സൂറത്തുൽ അംബിയായിൽ ഉപ്പയും മകനുമായ ദാവൂദ് നബിയും സുലൈമാൻ അലൈഹിസ്സലാം ഒരു പ്രശ്നത്തിൽ വിധി പറഞ്ഞു. രണ്ടുപേരുടെയും വിധി നല്ലതാണ്, എന്നാൽ കൂടുതൽ നല്ലത് മഹാനായ സുലൈമാൻ നബിയുടേതാണ്. ദാവൂദ് നബി ഉപ്പയാണ്, സുലൈമാൻ നബി മകനാണ്. ഒരു കർമ്മശാസ്ത്ര പ്രശ്നത്തിൽ വിധി പറഞ്ഞപ്പം 2 വിധി. അള്ളാഹു രണ്ടിനെയും ശരിവെച്ചുകൊണ്ട് പറയാണ്, എന്നാൽ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞതാണ് കൂടുതൽ നല്ലത്. രണ്ടുപേർക്കും അള്ളാഹു അറിവും തത്വജ്ഞാനവും ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞതാണ് കൂടുതൽ ശരി എന്ന് അള്ളാഹു തആല ശരിവെക്കാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഒരു പ്രശ്നത്തിൽ നബിമാരായ ഉപ്പയും മകനുമായ 2 പേര് വിധി പറഞ്ഞപ്പം 2 അഭിപ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 1400 കൊല്ലം ജീവിക്കുന്ന ഒരു ഉമ്മത്ത് നബിമാരൊന്നല്ല, അറിവ് വെച്ചിട്ട് ഗവേഷണം ചെയ്യുമ്പം കർമ്മശാസ്ത്രത്തിൽ അഭിപ്രായം പറയുമ്പം എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടാകും. അതിൽ 2ഉം ശരിയായിരിക്കാം, ഒന്ന് കൂടുതൽ ശരി എന്ന രീതിയിൽ വന്നേക്കാം. എന്തായിരുന്നു സംഭവം? വദാവൂദ വ സുലൈമാന ഇദ് യഹ്കുമാന ഫിൽ ഹർസ്. ദാവൂദ് നബിയും സുലൈമാൻ നബിയും നിങ്ങൾ ഓർക്കണം, അവർ 2 പേരും ഒരു കൃഷിയുടെ കാര്യത്തിൽ വിധി പറഞ്ഞപ്പോൾ ഇത് നഫഷത് ഫീഹി ഗനമുൽ ഖൗം, ഒരു ജനതയുടെ ആട്ടിൻ പറ്റം രാത്രി അവിടെ മേഞ്ഞു. ഇത് നഫഷത് ഫീഹി ഗനമുൽ ഖൗം വകുന്ന ലി ഹുക്മിഹിം ഷാഹിദീൻ, അവരുടെ വിധിക്ക് നാം സാക്ഷിയായിരുന്നു. ഫഫഹംനാഹ സുലൈമാൻ നബി അലൈഹി സ്വലാം നാം അത് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ശരി ഉത്തരത്തിലേക്ക് എത്താൻ അള്ളാഹുവിൻ്റെ സഹായം കൂടെ വേണമെന്നർത്ഥം. സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ നാം അത് മനസ്സിലാക്കി കൊടുത്തു. വകുല്ലൻ ആതൈനാ ഹുക്മൻ വ ഇൽമ, 2 പേർക്കും നാം അറിവും തത്വജ്ഞാനവും നൽകിയിട്ടുണ്ട്. അള്ളാഹു 2 പേരുടെയും ശ്രേഷ്ഠത എടുത്തു പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ അടുത്ത ആയത്തിൽ പറയാവുന്നത് ദാവൂദ് നബിൻ്റെ ശ്രേഷ്ഠതയാണ്. ദാവൂദ് നബിക്ക് ഒരുപാട് നിഅമത്തുകൾ നാം നൽകി. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിന് നൽകിയ നിഅമത്തുകൾ എടുത്തു പറയുന്നുണ്ട്. 2 പേർക്കും അള്ളാഹു തആല അറിവും ഹിക്മത്തും നൽകിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും പറയുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് അതിലെ ഏറ്റവും കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താൻ നാം സഹായിച്ചു എന്നാണ്. ഒരുപാട് ഗുണപാഠങ്ങൾ ഈ സംഭവത്തിലുണ്ട്. അപ്പം ഒരു ജനതയുടെ കൃഷിയിലേക്ക് മറ്റൊരു വിഭാഗത്തിൻ്റെ ആട്ടിൻപറ്റം രാത്രി വന്നു മേഞ്ഞു എന്ന് പറഞ്ഞാൽ, പകൽ സമയത്താണെങ്കിൽ ഇദ്ദേഹം സംരക്ഷിക്കണം ഈ കൃഷിയിടത്തെ, മൃഗങ്ങളൊന്നും കയറാതെ. രാത്രി ആയിക്കഴിഞ്ഞാൽ അവരവരുടെ ആട്ടിൻപറ്റത്തെ വീട്ടിൽ കെട്ടിയിടണം, രാത്രി മേയാൻ വിടാൻ പാടില്ല. അപ്പോൾ രാത്രി മേഞ്ഞു എന്ന് പറയുമ്പം ഈ ആട്ടിൻപറ്റത്തിൻ്റെ അവകാശികളാണ് അവരുടെ തെറ്റാണ്. അപ്പോൾ അവരിവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ദാവൂദ് നബി അലൈഹി സ്വലാം കണക്കൂട്ടിയപ്പം ഈ ആട്ടിൻപറ്റത്തിൻ്റെ വിലയും ഈ ഉണ്ടായ നാശനഷ്ടങ്ങളും ഏകദേശം ഒരുപോലെ ഉള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ആട്ടിൻപറ്റത്തെ ഇവർക്ക് കൈമാറണം എന്ന് പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു ഈ ആട്ടിൻപറ്റത്തെ ഇവർക്ക് കൈമാറണം, അവർക്ക് അതിൻ്റെ വരുമാനം പാലും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം, അവർ തോട്ടം പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കണം, എന്നിട്ട് ഈ ആട്ടിൻപറ്റത്തെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവർക്ക് നഷ്ടമില്ല, ഇവരുണ്ടാക്കിയ നഷ്ടം ഇവിടെ നികത്തിയിട്ടുമുണ്ട്. അതായത് എന്താണോ നാശനഷ്ടം ഉണ്ടാക്കിയത് അത് ഇവർ നികത്തി കൊടുക്കണം. അതുവരെ ഇവരുടെ ആട്ടിൻപറ്റത്തിൻ്റെ ആ വരുമാനം, ഇവർക്ക് വരുമാന നഷ്ടം ഉണ്ടായല്ലോ, അപ്പോൾ അത് ഈ വരുമാനം ഇവർ ഉപയോഗിക്കണം. പൂർവ്വസ്ഥിതിയിലാക്കിയതിന് ശേഷം ആ ആട്ടിൻപറ്റത്ത് തിരിച്ചു കൊടുക്കണം. 2ഉം ശരിയാണ്. പക്ഷേ ഇതിൽ കൂടുതൽ യുക്തിഭദ്രമായത് അല്ലെങ്കിൽ കൂടുതൽ 2 പേർക്കും പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ നിയമമാണ്. എന്ന് പറഞ്ഞാൽ ഉപ്പയും മകനുമായിട്ടുള്ള നബിമാരായിട്ടുള്ള 2 പേർ ഒരു പ്രശ്നത്തിൽ വിധി പറഞ്ഞപ്പോൾ 2 രീതിയിലായി. അള്ളാഹു തആല അതിനെ ഉയർന്ന ബഹുമാനത്തോടു കൂടിയാണ് 2 പേരുടെയും വിധിയെ വിവരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മത്ത് 1400 കൊല്ലം ജീവിക്കുമ്പം 2 നബിമാരല്ല 100 പ്രശ്നങ്ങൾക്ക് വിധി പറയാനുണ്ട്. അപ്പോൾ എത്ര വ്യത്യാസങ്ങളുണ്ടാകും. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു മദ്ഹബിലാക്കി തരാമെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കക്ഷികൾ 400 പിരിയും എന്നല്ലാതെ മനുഷ്യനാണോ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും.
അഭിപ്രായമുണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടാകുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഇത് ഉഖ്തുലിഫ ഫീഹി, അള്ളാഹു റസൂൽ അറിയിച്ച പിന്നെ അഭിപ്രായം ഇല്ലല്ലോ, അപ്പം പിന്നെ എല്ലാം ഒന്നായിരിക്കും. അതിൻ്റെ വിവരണമാണ്, വ്യാഖ്യാനമാണ്, വിശദീകരണമാണ്. അഭിപ്രായം പറയണം, അഭിപ്രായമുണ്ടെങ്കിൽ വ്യത്യാസം ഉണ്ടാകും. ഇത് ഉഖ്തുലിഫ ഫീഹി. അപ്പോൾ വെറും രണ്ട് ആയത്തിൽ ഖുർആനിൽ മാനുഷികമായ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ഉയർന്ന തലം വിവേചിച്ചാണ് സൂറത്തുൽ അംബിയയിൽ. അടുത്തത് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ ദുആയും സംഭവം. ഇരുളുകൾക്കുള്ളിൽ അദ്ദേഹം അകപ്പെട്ടു. അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, അപ്രകാരം നാം മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തും. അപ്പോൾ പലപ്പോഴും വഴി ഇങ്ങനെ അടഞ്ഞു പോകും. ഇങ്ങോട്ട് നോക്കിയാൽ അവിടെ ഇരുള്, എന്നാൽ പിന്നെ അത് ചെയ്താലോ അതും ശരിയാകുന്നില്ല, എന്നാൽ ഇത് ചെയ്താലോ അതും ശരിയാകുന്നില്ല. എന്ത് ചെയ്യാം? ഒരൊറ്റ തസ്ബീഹ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. സൂറത്തു സ്വാഫാത്തിൽ കാണാം, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. അദ്ദേഹം ആ തസ്ബീഹ് ചൊല്ലിയില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ ഒരു ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിൽക്കുമായിരുന്നു. തസ്ബീഹ് കൊണ്ട് മാത്രം അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ ദിക്ർ കൊണ്ട്, ദുആ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഞാൻ പ്രധാനപ്പെട്ട 3 സംഭവം തിരഞ്ഞെടുത്ത് പറഞ്ഞേ ഉള്ളൂ. സൂറത്തുൽ അംബിയയിൽ വേറെയും സംഭവങ്ങളുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാം ദുആയിരുന്നു, അള്ളാഹു എന്നെ നീ ഒറ്റക്കാക്കരുത്, എനിക്ക് നീ അവകാശികളെ തരണം. അള്ളാഹു തആല അവർക്ക് സന്താനത്തെ നൽകി. നൂഹ് നബി അലൈഹി സ്വലാം, അതായത് നബിമാരുടെ മുഴുവൻ ദുആ കൊണ്ട് രക്ഷപ്പെട്ടു എന്നൊരു സംഗതിയാണ് അള്ളാഹു തആല ഇവിടെ. അപ്പോൾ നബിമാർ അള്ളാഹുവിൻ്റെ ദുആ ചെയ്തെങ്കിൽ നമ്മൾ എത്രമാത്രം ദുആ ചെയ്യണം. നബിമാർക്ക് അള്ളാഹുവിൻ്റെ സഹായം വാഗ്ദാനമുണ്ട്, ഉറപ്പായിട്ട് കിട്ടും. എന്നിട്ട് അവർ അള്ളാഹുലേക്ക് തിരിഞ്ഞെങ്കിൽ നമ്മളതിൻ്റെ 10 ഇരട്ടി തിരിയണം എന്നർത്ഥം. പിന്നെ ത്വാഹയിൽ പറഞ്ഞു, സൂറത്ത് മറിയം, കഹ്ഫിലൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറയുന്ന കൂട്ടത്തിൽ ആഖിറത്തെ പറ്റി വ്യത്യസ്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയയിൽ പറയുന്ന സംഗതി, അള്ളാഹുവിൽ നിന്നും നല്ല തീരുമാനം ലഭിച്ചവർ അവർക്ക് പരലോകത്ത് യാതൊരു ഭയവും ഉണ്ടായിരിക്കുകയില്ല. ആകാശഭൂമികൾ അള്ളാഹു തആല ചുരുട്ടിക്കൂട്ടുന്നൊരു ദിവസം വരും, അന്ന് ഈ പറഞ്ഞ ഈമാനും അമലുമുള്ളവർ വിജയിക്കും. ശേഷം സൂറത്തുൽ ഹജ്ജാണ്, 10 പേജുണ്ട്. ആദ്യം തന്നെ ഖിയാമത്തിൻ്റെ ഭയാനകമായ വിവരണമാണ്. സത്യവിശ്വാസികളെ, ജനങ്ങളെ, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക, അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഖിയാമത്തിൻ്റെ പ്രകമ്പനം വലിയ സംഭവമാണ്. അന്ന് ഗർഭിണികൾ പ്രസവിച്ചു പോകും, പാലൂട്ടുന്നവർ പാലൂട്ടുന്ന കുട്ടിയെ മറന്നുപോകും. ജനങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ നിങ്ങൾ കാണും. അവർക്ക് ഭ്രാന്തല്ല എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് അടക്കം പറന്നു പോകുന്ന തരത്തിലുള്ള ബോംബൊക്കെ തലൻ്റെ പുറകുന്ന് പൊട്ടുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട്. ഈ അടുത്ത ദിവസം ഒരു ഉപ്പാനെ, കുഞ്ഞിനെ ജനങ്ങൾ ഉപദ്രവിച്ചപ്പം ഒരു സ്ത്രീക്ക് നിന്ന നിൽപ്പിൽ ബോധം പോയി. അപ്പോൾ ഇതാണ്, ഇത്ര ഭയാനകമായ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പോൾ ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്, പാലൂട്ടുന്ന സ്ത്രീ കുട്ടിനെ മറന്നു പോകും. വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, ഗർഭിണി പ്രസവിച്ചു പോകും. വതറന്നാസ സുകാറ, ജനങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചവരെ പോലെ കാണും. വമാഹും ബിസുഖ, അവർക്ക് ഭ്രാന്ത് പിടിച്ചതല്ല. അപ്പോൾ നമ്മളായിരിക്കും, ഖിയാമത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 2110 ചാൻസ്, നമ്മൾക്ക് 2065 തന്നെ മരിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയും. ഓരോരുത്തരുടെ മരണം അവരവരുടെ ഖിയാമത്താണ്. മനസ്സിലായില്ലേ? ഈ ഖിയാമത്ത്, പ്രപഞ്ചത്തിൻ്റെ ഖിയാമത്ത് നമ്മൾ കാണട്ടെ കാണാതിരിക്കട്ടെ, നമ്മളുടെ മരണം, ഓരോരുത്തരുടെ മരണം അവരവരുടെ ഖിയാമത്താണ്. ആ മരണം തന്നെ മതി, ശരിക്കുള്ള ഖിയാമത്ത് കാണണം എന്നില്ല, അത് തന്നെ മതിയായതാണ്. ഏത് സമയത്തും നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ കാലാകാലത്തേക്കുള്ള റിസൾട്ട് വരാമെന്നർത്ഥം. ഏത് സെക്കൻഡിലും നമ്മൾ കോടാനക്കോടി റഹ്മത്തിൻ്റെ മലക്കുകളെ കാണും. അവർ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വരുന്നത് കാണും, അല്ലെങ്കിൽ നേരെ തിരിച്ചുള്ളത് കാണും. പറയാതിരിക്കലാണ് നല്ലത്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശേഷം ഹജ്ജിനെ കുറിച്ചുള്ള വിവരണമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കഅബയൊക്കെ തയ്യാറാക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും പറയുകയാണ്, ഖിയാമത്തിനെ പറ്റി വലിയ വിവരണം ഇവിടെ ഉണ്ട്. നരകവാസികൾക്ക് മുകളിൽ നിന്നും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും. അവരുടെ വസ്ത്രം ഈ തീ പിടിക്കുന്ന രീതിയിലുള്ള ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ആളിക്കത്തുന്ന വസ്ത്രമായിരിക്കും. അവർ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും അവരെ ശിക്ഷയിലേക്ക് മടക്കി അയക്കും. ഒരിക്കലും അവർക്ക് നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന രീതിയിൽ നരകവാസികളുടെ ദയനീയമായ, അവർ ആഗ്രഹിച്ചു പോകും ഈമാൻ സ്വീകരിച്ചിരുന്നെങ്കിലെന്ന്, ആ അവസ്ഥയൊക്കെ ഇവിടെ വിവരിക്കുന്നുണ്ട്. ശേഷം അല്ലാഹു തആല ഹജ്ജിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹജ്ജ് ഒരു മുഅ്മിനിൻ്റെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഹജ്ജ്. പിന്നെ സുന്നത്തായ ഹജ്ജ് 5 വർഷം കൂടുമ്പം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉംറ ചെയ്യാന്നുള്ളത്. അവിടുത്തെ ഓരോ സ്ഥലത്തെയും ഓരോ മുസ്ലിമും സ്നേഹിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഭാഷയിലുള്ള ഒരു പ്രയോഗം, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം ഹജ്ജിനെ അറിയിക്കൂ, കാൽനടയായിട്ടും വാഹനപ്പുറത്തുനിന്നും വളരെ ദൂര ദിക്കുകളിൽ നിന്ന് അവർ വരും എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഉപകാരമുള്ള സ്ഥലങ്ങളിൽ സാക്ഷികളാകാൻ, ഹാജരാകാൻ. അപ്പോൾ ആ പറയുന്ന കൂട്ടത്തിൽ ഒന്ന് അള്ളാഹുവിൻ്റെ ദിക്റിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിൻ്റെ ആത്മാവ് ദിക്റാണ്. ഉംറയെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. ഉംറയിൽ
ഇഹ്റാം, ഉംറയിൽ ഇഹ്റാം എന്നുള്ളത് എൻട്രിയാണ്, മുടികളിൽ എക്സിറ്റാണ്. രണ്ടിൻ്റെ ഇടയിൽ ആകെയുള്ളത് തവാഫും സഅയുമാണ്. തവാഫും സഅയും അള്ളാഹു നിശ്ചയിച്ചത് ദിക്ർ എല്ലാം വേണ്ടിയാണ്, ദുആ ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ മുഴുവൻ ആത്മാവ് ഉള്ളൊരുക്കി ദിക്റും ദുആയും ചെയ്യണം. അപ്പം ഒന്ന് എടുത്തു പറയുന്ന സംഗതി അള്ളാഹുവിൻ്റെ ദിക്റാണ്. രണ്ടാമത്തേത് ഇത്രയും വലിയ അമല് പറയുമ്പം ആവർത്തിച്ച് അള്ളാഹു പറയാണ് അത്ഇമുൽ ഖാനി വൽ മുഅ്തർ, സാധുക്കൾക്ക് നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കണം. ചോദിക്കാൻ ചോദിക്കുന്നവർ ഇനി പ്രയാസമുള്ളവർ അവർക്ക് നിങ്ങൾ ഭക്ഷണം കഴിപ്പിക്കണം എന്ന് എടുത്തു പറയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത്, ആളുകളെ ഭക്ഷണം കഴിപ്പിക്കുന്നത്, അവർക്ക് ഹദിയ കൊടുക്കുന്നത്, സഹായങ്ങൾ ചെയ്യുന്നത് എല്ലാ അമലുകളുടെ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു തആല അവിടെ പറയാണ്. തഹജ്ജുദിനെ പറ്റി പറയുമ്പോൾ സൂറത്ത് സജ്ദയിൽ പറയാണ്. അതായത് നമുക്ക് അള്ളാഹുവിനെ മാത്രം തൃപ്തിപ്പെടുത്തി ഇബാദത്ത് മാത്രം ചെയ്ത് പോകാൻ കഴിയില്ലെന്നർത്ഥം. സൃഷ്ടികളെ പരിഗണിച്ചേ പറ്റൂ, കൂടെ ഉള്ളവരെ കണ്ടേ പറ്റൂ എന്നർത്ഥം. അപ്പോൾ ഹജ്ജിനെ പറ്റി ഇത്രയും വലിയ ദിക്റിനെ പറ്റിയൊക്കെ പറയുന്നതിനിടയിൽ ആവർത്തിച്ച് പറയാണ് നിങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം നൽകണം, സഹായിക്കണം. എന്നിട്ട് അവസാനം പറയാണ് ഒരു കാര്യത്തിൻ്റെയും പുറംപൂച്ചിലേക്കല്ല അള്ളാഹു നോക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ എത്ര ഇഖ്ലാസ് ഉണ്ടെന്നുള്ളതാണ് അള്ളാഹു തആല പരിഗണിക്കുന്ന കാര്യം. ശേഷം ജിഹാദിനെ കുറിച്ചുള്ള പരാമർശമാണ്. എന്തിനാണ് ജിഹാദ് നിയമമാക്കിയത്? ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു, അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു മർദിദർക്ക് തിരിച്ചടിക്കാൻ. അങ്ങനെ ജനങ്ങൾക്കൊരു പ്രതിരോധത്തിൻ്റെ സംവിധാനമില്ലെങ്കിൽ പള്ളികളും മഠങ്ങളും സെനഗോഗുകളും തകർക്കപ്പെട്ടു പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നീതിയുടെ സംസ്ഥാപനത്തിന് വേണ്ടി ജിഹാദ് പറയാം. പള്ളികൾ മാത്രമല്ല, ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസലവാത്ത്, ജൂതന്മാരുടെ ദേവാലയം എടുത്ത് പറഞ്ഞു, മറ്റു മതസ്ഥരുടെ എടുത്ത് പറഞ്ഞു, പള്ളികളും പറഞ്ഞു. അഥവാ അനീതി വരും എന്നർത്ഥം. അനീതി ഇല്ലാതാക്കാൻ അല്ലാഹു തആല ജിഹാദിനെ നിയമമാക്കിയിരിക്കുന്നു. അങ്ങനെ ഭൂമിയിൽ അവർക്ക് ആധിപത്യം കിട്ടിയാലോ? എന്താണ് അടിസ്ഥാനം? ഭൂമിയിൽ ആധിപത്യം കിട്ടിയാൽ അവർ നന്നായി നമസ്കാരം നിർവഹിക്കും എന്ന് പറഞ്ഞാൽ ജിഹാദല്ല ലക്ഷ്യം. അതിലൂടെ അവർക്ക് ആധിപത്യം കിട്ടി അവർ ദീനിനെ സ്ഥാപിക്കും, അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കും, അവർ നന്മ കൽപ്പിക്കും, തിന്മ വിരുദ്ധം എന്ന് പറഞ്ഞാൽ ദീനിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന അമലുകൾ ചെയ്യാനുള്ള ശാന്തമായ അന്തരീക്ഷം അല്ലാഹു തആല അവർക്ക് അതിലൂടെ നൽകും എന്നർത്ഥം. പിന്നെ സൂറത്തിൻ്റെ അവസാനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജിഹാദിനെ പറ്റി പറഞ്ഞിട്ട് വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി, നിങ്ങൾ ശരിയായ ജിഹാദ് ചെയ്യണം. അപ്പം ജിഹാദിനെ അള്ളാഹുവിൻ്റെ ദാത്തിലേക്ക് ചേർത്ത് പറഞ്ഞാൽ ഫീന ഫില്ലാഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ത്യാഗം, പരിശ്രമം എന്നാണ്. മദീനയിൽ അവതരിച്ച പല ആയത്തുകൾ സൂറത്ത് തൗബയിലൊക്കെ യുദ്ധം എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ മക്കയിൽ അവതരിച്ചാൽ ത്യാഗം, പരിശ്രമം എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി മദീനയിൽ തന്നെ അള്ളാഹുവിൻ്റെ ദാത്തിലേക്ക് നേരിട്ട് ചേർത്ത് പറഞ്ഞാൽ വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി, ദീനിന് വേണ്ടി ത്യാഗം ചെയ്യണം, പരിശ്രമം ചെയ്യണം, ദീനിലേക്ക് ദഅവത്ത് ചെയ്യണം എന്നർത്ഥം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പരാമർശവും സൂറത്തിൻ്റെ അവസാനത്തിലുണ്ട്. അല്ലാഹു തആല ഖുർആൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് തരട്ടെ.